إلا إبليس أبى أن يكون مع الساجدين. ഇബ്ലീസ് ഒഴിച്ച് അവൻ പ്രണാമം ചെയ്യുന്നവരുടെ കൂടെ ചേരാൻ വിസമ്മതിച്ചു. قال يا إبليس ما لك ألا تكون مع الساجدين. റബ്ബ് ചോദിച്ചു, ഹേ ഇബ്ലീസ്, പ്രണാമം ചെയ്തവരുടെ കൂടെ ചേരാതിരിക്കാൻ നിനക്കെന്ത് കാര്യം? قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون. അവൻ പറഞ്ഞു, നീ അളിഞ്ഞു നാറുന്ന കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ പ്രണമിക്കാൻ ഞാനില്ല. قال فاخرج منها فإنك رجيم. റബ്ബ് കൽപ്പിച്ചു, ശരി, എങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. എന്തുകൊണ്ടെന്നാൽ നീ ആട്ടിയോടിക്കപ്പെട്ടവനായിരിക്കുന്നു. وإن عليك اللعنة إلى يوم الدين. ഇനി പ്രതിഫലം നൽകുന്ന നാൾ വരെ നിന്നിൽ ശാപമുണ്ട്. قال رب فأنظرني إلى يوم يبعثون. അപ്പോൾ അവൻ അപേക്ഷിച്ചു, എന്റെ നാഥ, അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിനം വരെ എനിക്ക് അവസരം നൽകണമേ. قال فإنك من المنظرين. അവൻ അരുളി, ശരി, നിനക്കവസരം തന്നിരിക്കുന്നു. إلى يوم الوقت المعلوم. സമയനിർണയം ചെയ്യപ്പെട്ട ആ ദിനം വരെ. قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين. അവൻ പറഞ്ഞു, എന്റെ നാഥ, നീ എന്നെ വഴിപിഴച്ചവനാക്കിയല്ലോ, അതുപോലെ ഇനി ഭൂമിയിൽ കൗതുകങ്ങൾ കാണിച്ച് അവരെ എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുന്നതാകുന്നു. ഇബ്ലീസ് അല്ലാഹുവെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നിസ്സാരനായ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുക വഴി ധിക്കാരം പ്രവർത്തിക്കാൻ ഏതു പ്രകാരത്തിൽ നീ എന്നെ നിർബന്ധിതനാക്കിയോ, അതേപോലെ മനുഷ്യരെ ഞാൻ ഭൂമിയിൽ മോഹിപ്പിച്ച് വഞ്ചിക്കുകയും നിന്നോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരാക്കുകയും ചെയ്യും. ഇബ്ലീസ് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: ഞാൻ ഭൂമിയിലുള്ള ജീവിതവും അതിലുള്ള സുഖാനുഭൂതികളും ക്ഷണിക നേട്ടങ്ങളുമെല്ലാം മനുഷ്യന് വളരെ കൗതുകകരമാക്കി കാണിച്ചു കൊടുക്കും. അത് കാരണമായി അവൻ തന്റെ പ്രാതിനിധ്യ സ്വഭാവവും അതിന്റെ ഉത്തരവാദിത്വങ്ങളും പരലോകത്തുള്ള വിചാരണയുമെല്ലാം തീരെ വിസ്മരിച്ചു പോകും. അങ്ങനെ ഒന്നുകിൽ അവൻ നിന്നെ തന്നെ വിസ്മരിക്കും, അല്ലെങ്കിൽ നിന്നെ ഓർമ്മിച്ചാലും നിന്റെ കൽപ്പനകൾ ലംഘിച്ചു പ്രവർത്തിക്കും. إلا عبادك منهم المخلصين. അവരിൽ നീ പ്രത്യേകം തിരഞ്ഞെടുത്ത അടിമകളെയൊഴിച്ച്. قال هذا صراط علي مستقيم. അവൻ അരുളി, ഇതാണ് നേരെ എന്നിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം. ഇതാണ് എന്നിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം എന്നത് ഈ ആയത്തിന് നൽകാവുന്ന രണ്ടർത്ഥങ്ങളിൽ ഒന്നാമത്തേതാണ്. എനിക്ക് തുടരാൻ ബാധ്യതയുള്ള മാർഗമാണിത് എന്ന അർത്ഥമാണ് രണ്ടാമത്തേത്. إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين. എന്റെ യഥാർത്ഥ ദാസന്മാരായവരിൽ നിനക്ക് സ്വാധീനമുണ്ടാകുന്നതല്ല. നിന്നെ പിന്തുടർന്ന വഴിപിഴച്ചവരിൽ മാത്രമേ നിന്റെ സ്വാധീനം ഫലിക്കുകയുള്ളൂ. വഴിപിഴച്ചവരിൽ മാത്രമേ നിന്റെ സ്വാധീനം ഫലിക്കുകയുള്ളൂ എന്ന വാക്യത്തിനും രണ്ടുദ്ദേശമുണ്ടാകാവുന്നതാണ്. ഒന്ന് നാം പരിഭാഷയിൽ കൊടുത്തതു തന്നെ. മറ്റൊന്നിങ്ങനെയാണ്: എന്റെ അടിമകളുടെ മേൽ അവരെ നിർബന്ധിച്ച് അനുസരണക്കേട് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരമൊന്നും നിനക്കില്ല. എന്നാൽ ആരെങ്കിലും സ്വയം വഴിപിഴയ്ക്കുകയും സ്വേച്ഛാനുസാരം നിന്നെ പിൻപറ്റാൻ തീരുമാനിക്കുകയുമാണെങ്കിൽ അവനെ നിന്റെ മാർഗത്തിൽ ചലിക്കാൻ അനുവദിക്കും. അതിൽ നിന്ന് അവനെ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല. ആദ്യത്തെ അർത്ഥമനുസരിച്ച് പറഞ്ഞതിന്റെ താൽപര്യം ഇങ്ങനെ സംഗ്രഹിക്കാം: അടിമത്തത്തിന്റെ മാർഗം അല്ലാഹുവിങ്കൽ എത്തുന്നതിനുള്ള ശരിയായ മാർഗമാണ്.
ആ മാർഗം ആർ സ്വീകരിക്കുന്നുവോ അവരുടെ മേൽ പിശാചിന്റെ ഒരു സ്വാധീനവും നടക്കുകയില്ല. അള്ളാഹു അവരെ തന്റെ ഉറ്റവരാക്കി വെക്കും. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെ പിശാചിന് വഞ്ചിക്കാനാവില്ലെന്ന് പിശാചു തന്നെ അള്ളാഹുവിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് മനുഷ്യർ സ്വയം അടിമത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് തങ്ങളുടെ വിജയ സൗഭാഗ്യത്തിനുള്ള മാർഗം കൈയൊഴിക്കുന്നുവോ അവർ പിശാചിന്റെ സ്വാധീനതയിൽ അകപ്പെട്ടു പോകുന്നു. പിന്നീട് അവർ എവിടെയെല്ലാം വ്യാമോഹിതരായി പിശാചിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം അവരവന്റെ പിന്നാലെ സന്മാർഗത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അർത്ഥമനുസരിച്ച് പ്രസ്തുത വിവരണത്തിന്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മാർഗം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. പിശാച് മനുഷ്യനെ ഭൗതിക ജീവിതത്തിൽ വ്യാമോഹിപ്പിച്ച് ദൈവസ്മരണയിൽ നിന്ന് അശ്രദ്ധനാക്കുകയും അടിമത്തത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യും. അവന് പ്രവർത്തിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഈ നിബന്ധന അള്ളാഹു പാലിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വ്യാമോഹിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നിനക്ക് നൽകിയിരിക്കുന്നത്. മനുഷ്യന്റെ കൈപിടിച്ച് ബലാത്കാരം നിന്റെ മാർഗത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നിനക്ക് ശക്തി നൽകിയിട്ടില്ല. അള്ളാഹു തന്റെ ഉറ്റവരാക്കിയ ആളുകളെ പിശാച് തന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അള്ളാഹു ബുദ്ധിപരമായ കാരണമൊന്നും കൂടാതെ ഉദ്ദേശിക്കുന്നവരെയൊക്കെ തന്റെ ഉറ്റവരാക്കി വെക്കുകയും അവർ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്ന തെറ്റിദ്ധാരണയ്ക്ക് ഇവിടെ അവകാശമില്ല. സ്വയം വഴിപിഴച്ചവനാരോ അവനാണ് നിന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അക്കാര്യം സ്പഷ്ടമായി തന്നെ വിവരിച്ചിരിക്കുന്നു. ആർ സ്വയം വഴിപിഴയ്ക്കുന്നില്ലയോ അവർ നിന്നെ പിൻപറ്റുകയില്ല. അവരാണ് നാം ഉറ്റവരാക്കിയ ദാസന്മാർ. وَإِنَّ جَهَنَّمَ لَمَوْعِدُهُمْ أَجْمَعِينَ നരകമാകുന്നു അവർക്കെല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ കഥ എന്തിനു വേണ്ടി വിവരിച്ചിരിക്കുന്നുവോ അത് മനസ്സിലാക്കാൻ അനിവാര്യമായും ഈ പശ്ചാത്തലം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖണ്ഡികകളിൽ വിവരിച്ച വിഷയം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഈ വിവരണത്തിനിടയിൽ ആദമിന്റെയും ഇബ്ലീസിന്റെയും കഥ വിവരിച്ചതിന്റെ ഉദ്ദേശ്യം ഇതാണ്: സത്യനിഷേധികൾ തങ്ങളുടെ പൂർവ്വശത്രുവായ പിശാചിന്റെ വലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അസൂയ കാരണം പിശാച് അവരെ ഏതൊരു കുഴിയിൽ വീഴ്ത്താൻ ആഗ്രഹിച്ചിരുന്നുവോ ആ കുഴിയിൽ അവർ വീണിരിക്കുന്നു. അതിനെതിരിൽ ഈ പ്രവാചകൻ നിങ്ങളെ അവന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കുകയും മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വിഡ്ഢികളാണ്. കാരണം നിങ്ങളുടെ ഗുണകാംക്ഷിയെ നിങ്ങൾ ശത്രുവായും യഥാർത്ഥ ശത്രുവിനെ മിത്രമായും കാണുന്നു. അതോടൊപ്പം ഈ കഥയിലൂടെ മറ്റൊരു യാഥാർത്ഥ്യവും കൂടി അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അതായത്, നിങ്ങൾക്ക് രക്ഷാമാർഗം ഒന്നു മാത്രമേയുള്ളൂ. അള്ളാഹുവിന്റെ അടിമത്തമാണത്. ആ മാർഗം ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റേത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും അത് പിശാചിന്റെ മാർഗമാണ്. നേർക്കുനേരെ നരകത്തിലായിരിക്കും അത് ചെന്നെത്തുന്നത്. ഈ കഥയിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ തെറ്റിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഐഹിക ജീവിതത്തിന്റെ മോടിയിൽ നിങ്ങളെ വ്യാമോഹിപ്പിച്ച് അടിമത്തത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് പിശാചിന്റെ ജോലി. ഈ വഞ്ചനയിൽ അകപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾക്ക് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. لها 7 أبواب لكل باب منهم جزء مقسوم. ഇബ്ലീസിന്റെ അനുയായികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിനും അവരിൽ ഓരോ വിഭാഗം പ്രത്യേകം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നരകത്തിന്റെ 7 കവാടങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞത് മനുഷ്യൻ ദുർമാർഗത്തിലൂടെയും തെറ്റുകളിലൂടെയും ജീവിച്ചുകൊണ്ട് തനിക്ക് തന്നെ നരകവാതിലുകൾ തുറന്നുവെക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി, ചിലർ നിരീശ്വരത്വത്തിന്റെ മാർഗത്തിലൂടെ നരകത്തിലേക്ക് പോകുന്നു. ചിലർ ശിർക്കിന്റെ മാർഗത്തിലൂടെ, മറ്റു ചിലർ കപടവിശ്വാസത്തിന്റെ മാർഗത്തിലൂടെ. വേറെ ചിലർ സുഖലോലുപതയുടെയും അധാർമികതയുടെയും അക്രമമർദ്ദനങ്ങളുടെയും പാതയിലൂടെ. മറ്റൊരു കൂട്ടർ ദുർമാർഗം പ്രചരിപ്പിക്കുകയും സത്യനിഷേധം സ്ഥാപിക്കുകയും ചെയ്യുന്ന മാർഗത്തിലൂടെ. വേറൊരു വിഭാഗം അധർമ്മവും തിന്മയും പ്രചരിപ്പിക്കുന്ന മാർഗത്തിലൂടെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ. നേരെ മറിച്ച് ഭക്തജനങ്ങൾ ആരാമങ്ങളിലും നീർച്ചോലകളിലുമായിരിക്കും. പിശാചിനെ പിൻപറ്റുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും
അള്ളാഹുവിനെ ഭയപ്പെട്ട് അടിമത്തത്തിന്റെ മാർഗം സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്തവരെയാണ് ഇവിടെ ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സമാധാനത്തോടെ നിർഭയരായി അതിൽ പ്രവേശിച്ചുകൊള്ളുവിൻ എന്ന് അവർ സ്വാഗതം ചെയ്യപ്പെടുന്നു. وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ إِخْوَانًا عَلَى سُرُرٍ مُتَقَابِلِينَ. അവരുടെ ഹൃദയങ്ങളിലുണ്ടായേക്കാവുന്ന വിദ്വേഷങ്ങളെ നാം നീക്കിക്കളയും. അവർ പരസ്പരം സഹോദരങ്ങളായിക്കൊണ്ട് മഞ്ചങ്ങളിൽ മുഖാമുഖമിരിക്കും. സജ്ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ കാരണമായി വല്ല വിദ്വേഷവും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അതെല്ലാം നീങ്ങിപ്പോവുകയും ഹൃദയങ്ങൾ തികച്ചും ശുദ്ധമാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. لا يمسهم فيها نصب وما هم منها بمخرجين. അവിടെ അവരെ ഒരു ക്ലേശവും സ്പർശിക്കുകയില്ല. അവർ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുകയുമില്ല. ഒരു ഹദീസിൽ നിന്ന് ഇതിന്റെ വിശദീകരണം ലഭിക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞു, സ്വർഗവാസികളോട് പറയപ്പെടും, നിങ്ങളിവിടെ എന്നും ആരോഗ്യവാന്മാരായിരിക്കും, ഒരിക്കലും രോഗം ബാധിക്കുകയില്ല. എന്നെന്നും നിങ്ങളിവിടെ ജീവിക്കും, ഒരിക്കലും മരിക്കുകയില്ല. എല്ലാ കാലത്തും നിങ്ങൾ യുവാക്കളായിരിക്കും, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. നിങ്ങളിവിടെ സ്ഥിരതാമസക്കാരായിരിക്കും, ഒരിക്കലും മാറേണ്ടി വരില്ല. സ്വർഗവാസിക്ക് ജീവിതായോധനത്തിനോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി അധ്വാനിക്കേണ്ടി വരികയില്ലെന്നും ആഗ്രഹിക്കുന്നതെല്ലാം പ്രയാസമന്യേ ലഭ്യമാകുമെന്നും കാണിക്കുന്ന മറ്റു ഖുർആൻ സൂക്തങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. പ്രവാചകരെ, എന്റെ ദാസന്മാർക്ക് പറഞ്ഞുകൊടുക്കുക, ഞാൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. وَأَنَّ عَذَابِي هُوَ الْعَذَابُ الْأَلِيمُ. അതോടൊപ്പം എന്റെ ശിക്ഷ അത്യധികം നോവുറ്റതുമാകുന്നു. وَنَبِّئْهُمْ عَنْ ضَيْفِ إِبْرَاهِيمَ. അവരെ ഇബ്രാഹീമിന്റെ അതിഥികളുടെ കഥ കേൾപ്പിക്കുക. ഇവിടെ ഇബ്രാഹീമിന്റെയും തുടർന്ന് ലൂത്ത് ജനതയുടെയും കഥകൾ വിവരിക്കുന്നതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുന്നതിന് ഈ അധ്യായത്തിന്റെ ആദ്യ സൂക്തങ്ങൾ കൂടി മുമ്പിൽ വെക്കേണ്ടതുണ്ട്. നീ സത്യത്തിൽ നബിയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ മലക്കുകളെ കൊണ്ടുവരാത്തതെന്ത് എന്ന് സത്യനിഷേധികൾ തിരുമേനിയോട് ചോദിച്ചതായി 7-8 സൂക്തങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മലക്കുകളെ നാം അങ്ങനെയങ്ങ് ഇറക്കാറില്ലെന്നും യാഥാർത്ഥ്യവുമായിട്ടേ അവരെ ഇറക്കുകയുള്ളൂ എന്നും ഒരു സംക്ഷിപ്ത മറുപടി മാത്രം നൽകി അക്കാര്യം അവിടെ നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ ഈ 2 കഥകളിലൂടെയും അത് വിശദീകരിക്കുകയാണ്. ഇവിടെ അവരോട് പറയുന്നു, ആ യാഥാർത്ഥ്യങ്ങളിലൊന്നുമായാണ് മലക്കുകൾ ഇബ്രാഹീമിന്റെ അടുക്കൽ വന്നിരുന്നത്. ലൂത്ത് ജനതയുടെ അടുക്കൽ ചെന്നിരുന്നത് മറ്റൊരു യാഥാർത്ഥ്യവുമായിട്ടും. ഇതിൽ ഏത് യാഥാർത്ഥ്യവുമായിട്ടായിരിക്കും അവർ നിങ്ങളുടെ അരികിൽ വരിക എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഇബ്രാഹീമിന്റേതുപോലുള്ള യാഥാർത്ഥ്യത്തിന് നിങ്ങൾ അർഹരല്ലെന്ന് വ്യക്തം. എങ്കിൽ പിന്നെ ലൂത്ത് ജനതയുടേതുപോലുള്ള യാഥാർത്ഥ്യവുമായി മലക്കുകളെ വിളിപ്പിക്കുന്നതിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, താങ്കൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാശംസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഭയം തോന്നുന്നു. قالوا لا توجل إنا نبشرك بغلام عليم. അവർ പ്രതിവചിച്ചു, ഭയപ്പെടേണ്ട, ഞങ്ങൾ താങ്കൾക്ക് ജ്ഞാനിയായ ഒരു പുത്രന്റെ സുവാർത്ത നൽകുകയാകുന്നു. സൂറ ഹൂദിൽ വ്യക്തമായി പറഞ്ഞതുപോലെ ഇസ്ഹാക്കിന്റെ ജനന സുവാർത്തയാണ് ജ്ഞാനിയായ പുത്രന്റെ സുവാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. قال أبشرتموني على أن مسني الكبر فبم تبشرون. ഇബ്രാഹിം ചോദിച്ചു, ഈ വാർദ്ധക്യത്തിൽ നിങ്ങൾ എനിക്ക് പുത്രലബ്ധിയുടെ സുവാർത്ത തരികയോ? എന്തൊരു സുവാർത്തയാണ് എനിക്ക് നൽകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ?
قالوا بشرناك بالحق فلا تكن من القانطين. അവർ മറുപടി കൊടുത്തു, ഞങ്ങൾ താങ്കൾക്ക് നൽകുന്നത് സത്യമായ സുവാർത്തയാകുന്നു, നിരാശനാവാതിരിക്കുക. قال ومن يقنط من رحمة ربه إلا الضالون. ഇബ്രാഹിം പറഞ്ഞു, വഴി തെറ്റിയവരല്ലാതെ ആരാണ് റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശരാവുക? قال فما خطبكم أيها المرسلون. അനന്തരം ഇബ്രാഹിം ചോദിച്ചു, അല്ലയോ ദൈവദൂതന്മാരെ, നിങ്ങളുടെ പ്രധാന ദൗത്യമെന്താകുന്നു? നിങ്ങളുടെ മുഖ്യ ദൗത്യമെന്താണെന്ന് ഇബ്രാഹിം മലക്കുകളോട് ചോദിക്കുകയുണ്ടായി. മലക്കുകൾ മനുഷ്യവേഷത്തിൽ വരുന്നത് എപ്പോഴും അസാധാരണ സന്ദർഭങ്ങളിലായിരിക്കുമെന്നും അപ്പോൾ ഏതെങ്കിലും സുപ്രധാന ദൗത്യവുമായിട്ടായിരിക്കും അവർ അയക്കപ്പെടുന്നതെന്നും ഇബ്രാഹിം നബിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. قالوا إنا أرسلنا إلى قوم مجرمين. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ധിക്കാരി സമൂഹത്തിങ്കിലേക്ക് അയക്കപ്പെട്ടവരാകുന്നു. ഇബ്രാഹിം നബിയെ പോലുള്ള ഒരാളുടെ മുമ്പിൽ പേരുപോലും പറയാതെ ഒരു ധിക്കാരി സമൂഹം എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂത്ത് ജനതയുടെ ദുർവൃത്തികൾ അത്രയും കുപ്രസിദ്ധിയാർജിച്ചിരുന്നുവെന്ന് ഈ വാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. إلا آل لوط إنا لمنجوهم أجمعين. ലൂത്തിന്റെ കുടുംബം ഒഴിവാകുന്നു, അവരെയെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തും. إلا امرأته قدرنا إنها لمن الغابرين. അദ്ദേഹത്തിന്റെ ഭാര്യയൊഴിച്ച് അവൾ പുറകിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു അരുൾ ചെയ്തിരിക്കുന്നു.